അമ്മേ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈല. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എനിക്കിവിടെ പറയാനുള്ളത്, വളരെ കാലമായിട്ട് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഇസ്രയേലിലേക്ക് പോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി തടസ്സപ്പെട്ട് കിടന്ന ഒരുപാട് കാര്യങ്ങൾ അമ്മ നടത്തി തന്നു. അതിൽ ഒരനുഗ്രഹമാണിത്. ഞാൻ കഴിഞ്ഞ മാസം വന്ന് അച്ഛനെ കണ്ടു. എൻ്റെ ബാച്ചിലുള്ള 32 പേരുള്ളതിൽ 31 പേരും അവിടെ എത്തി. പക്ഷേ ഞാൻ മാത്രം അവിടെ എത്തിയില്ല. എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എനിക്ക് മാതാവിൻ്റെ ഒരു ലോക്കറ്റും തന്നു. ഞാൻ പിന്നീടുള്ള പ്രാർത്ഥനയെല്ലാം ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എംബസിയിലോട്ട് മെയിൽ അയക്കുകയും അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഇത് അമ്മ തന്നെയാണ് നടത്തി തന്നതിനുള്ള തെളിവിന് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത് 27 പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മയുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിരുന്നു. അമ്മയുടെ നിഴൽ രൂപമായും പിന്നെ മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം തെളിഞ്ഞും എല്ലാം ഞാൻ കണ്ടിരുന്നു. എൻ്റെ അമ്മ തന്നെയാണ് ഇതെനിക്ക് നടത്തി തന്നത്. പിന്നീട് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് റിലീസായ ഡേറ്റും 27 തന്നെയാണ്. ഇപ്പോൾ ഈ മാസം 17-ാം തീയതി എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതും അമ്മ തന്ന നമ്പർ തന്നെയാണ്. ആ 17 എന്നുള്ള ഡേറ്റിന് ഞാൻ ഇവിടെ നിന്ന് ഇസ്രയേലിലേക്ക് പോകാൻ പോവുകയാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത്. അമ്മയ്ക്കും അമ്മ മാധ്യസ്ഥം തേടി തന്നതിനും അമ്മയുടെ തിരുക്കുമാരന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇത് കൂടാതെ എൻ്റെ ജീവിതത്തിൽ വേറെയും പല കാര്യങ്ങൾ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. വളരെ വർഷങ്ങളായി ഞാനൊരു ഭവനമില്ലാതെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ഭവനം റിലീസിന് എടുത്തുവിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പൈസ 7 ലക്ഷം രൂപയോളം അവിടെ പെട്ട് കിടക്കുകയായിരുന്നു. അവരോട് ഞങ്ങൾ ആ പൈസ തിരിച്ച് ചോദിച്ചിട്ട് അവർ ഞങ്ങൾക്ക് പൈസയും തരുന്നില്ല. ലാസ്റ്റ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2025 മെയ് 10-നാണ്. ഞാൻ 3 മാസം തികഞ്ഞ് ഇവിടുത്തെ ഉടമ്പടി പുതുക്കാനായി വന്ന് അന്ന് തിരിച്ചു പോയ ദിവസം എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ ഹൗസ് ഓണർ വരികയും ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി ഉപ്പെല്ലാം ഭവനത്തിന് ചുറ്റും വിതറി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഹൗസ് ഓണർ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ തന്നെ ഈ വീട് എടുത്തോളൂ, ബാക്കി പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നാൽ മതിയെന്ന്. അമ്മയുടെ അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായിട്ട് അമ്മ എനിക്ക് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തന്നു. ഇന്ന് ഞങ്ങൾ ആ വീട് ഞങ്ങൾക്ക് സ്വന്തമായി, ഞങ്ങളുടെ സ്വന്തം ഭവനമായി ഞങ്ങൾ അവിടെ അമ്മയുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ആ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട്. അമ്മ ഒരുപാട് കാര്യങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുന്നുണ്ട്. എനിക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടായാലും എൻ്റെ അമ്മ അവിടെ എല്ലാം ഇടപെട്ട് ആ തടസ്സങ്ങളെല്ലാം നീക്കി തരുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൃപാസനം എന്താണെന്നും പരിശുദ്ധ അമ്മ മാതാവ് എന്താണെന്നും അറിയാത്ത കുറേ പേർക്ക് ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞാൻ വഴി എൻ്റെ കുറേ ഫ്രണ്ട്സായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയാണ് എനിക്ക് വഴി ഒരുക്കി തന്നത്. അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല എത്തിക്കാനും ബൈബിള് വായിക്കുവാനും ഞാൻ മടി കാണിക്കാറില്ല. പിന്നെ പള്ളിയിലായാലും ആരാധനകളിലും എല്ലാം ദിവ്യപൂജയ്ക്കായാലും ഞാൻ പങ്കെടുക്കാറുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ മറക്കാതെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയും ഞാനും കൂടി ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട് പൈസയായിട്ടോ ഫുഡായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, എന്നെ ഇവിടെ അമ്മയുടെ സാക്ഷിയാക്കിയതിന്. അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 17-ാം തിരുവചനം. ദരിദ്രനും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായി ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. ഇല എന്ന ഈ മകൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ നിയോഗങ്ങളായിരുന്നു. ഒട്ടും തന്നെ സാധ്യമല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളായിരുന്നു നിയോഗമായി എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ അടയാളങ്ങളോടും കൂടി ഈ മകൾക്ക് ഇസ്രായേൽ വിസ നൽകിയെന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മളെപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നുവോ ഈശോയ്ക്ക് അതൊന്നും നിഷ്ക്രിയമാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി ജാമ്യം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. ശൈല പറയുന്നത് പോലെ എല്ലാ അടയാളങ്ങളോടുകൂടി കൃത്യമായി 7 എന്ന അക്കത്തിൽ എല്ലാ സ്റ്റാമ്പിങ്ങിലും അമ്മയുടെ ആ 7 എന്ന നമ്പർ ഉണ്ടായിരുന്നു. തവണ പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി 2ാമത്തെ തവണ പുതുക്കിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് ഇസ്രായേൽ വിസ. വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരവസ്ഥയിൽ ആ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് ഉത്തരമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. അത് ഈ മകൾക്ക് സാധ്യമായതിൽ ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ വലിയൊരു സങ്കടമുള്ള ഒരവസ്ഥയായിരുന്നു ഇവരിൽ ഒരു വീട് ലീസിനെടുത്ത ആ വീട് ഓണർക്ക് അത് ജപ്തി വന്നപ്പോൾ അയാൾക്ക് ആ 7 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെയായി. ഇവിടെ മകൾ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അടച്ച 7 ലക്ഷം രൂപ 1 വർഷം ആ സമയം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്നില്ല. അവർ വീണ്ടും അത് റിന്യൂ ചെയ്തെങ്കിലും അദ്ദേഹം ആ വീട് ആ പൈസ തിരിച്ചു കൊടുക്കുന്നില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണ് ആ വീട് ഇവർക്ക് സ്വന്തമായി ജപ്തി ചെയ്തു പോകുന്നതിന് പകരം അവർ ആ വീട് ഇവർക്ക് സ്വന്തമായി ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശുദ്ധ അമ്മ അവർക്ക് നൽകി. ഭവനത്തിൽ തന്നെ അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്കൊരു സ്വന്തമായൊരു വീടാവുകയും ആ ഭവനം വിട്ടുപേക്ഷിക്കാതെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ അമ്മയോടും മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്കുള്ള പ്രാർത്ഥനകളും നന്ദിയും ആ വീട്ടിൽ തന്നെ അർപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്തുഷ്ടരാണ്. നമ്മുടെ ഏതൊരു സങ്കടവും ഉടമ്പടിയിൽ വിശ്വസ്തരാണോ ഈശോ അവിടെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കാനായിലെ വിവാഹ വിരുന്ന് പോലെ നമ്മൾ എത്ര തന്നെ ജീവിതത്തിനെ നിറമില്ലാതെ മധുരമില്ലാതെ ലഹരിയില്ലാതെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയിലും നാം എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഇന്ന് ശൈലയ്ക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമോട് ഏറ്റുപറയാൻ സാധിക്കുന്നത്. ശൈലയുടെ ഈ സാക്ഷ്യത്തോടൊപ്പം സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും വീടില്ലാത്തവരെയും വീടിന് വഴിയില്ലാത്തവരെയും സ്ഥലമില്ലാത്തവരെയും ജോലിയില്ലാത്തവരെയും വിസ പ്രോസസ്സിംഗ് ഭാരപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.